ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഏതായിരുന്നാലും വീഡിയോയ്ക്ക് വോളിയം ഉണ്ടായിരുന്നില്ല. സോ നമ്മൾ നമുക്ക് ഇന്നലെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം എനിവേ ഐ എം റിയലി സോറി ഗൈസ്. ഇന്ന് നമുക്ക് എന്തായിരുന്നാലും വീഡിയോ ചെയ്യാം. വോളിയം ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാൻ ചെക്ക് ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്ലോഡ് ചെയ്തു ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല. ഏതായിരുന്നാലും നമുക്ക് നോക്കാം. ഇന്ന് വേറൊന്നുമല്ല, ഞാൻ ഇന്നലെ ചെയ്ത റീഡിങ് തന്നെയാണ്. ഗുഡ് കർമ്മ. ഓക്കെ, നമ്മുടെ ഗുഡ് കർമ്മ. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനൊന്നും പറയുന്നില്ല, കാരണം 6:45 സ്ഥിരമായിട്ട് ഇടണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരാളാണ്. ഇപ്പം ഒരു റൊട്ടീൻ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് സീരിയസ്ലി. പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എനിവേ പിന്നെ നിങ്ങൾ ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ താങ്ക് യു സോ മച്ച്. പിന്നെ ഇന്നലെ ഒരുപാട് പേര് കമൻറ്റ്സ് ചെയ്യുന്നുണ്ടായിരുന്നു, ലൈക്ക് കേൾക്കുന്നില്ല എന്നുള്ള. ഒരുപാട് പേര് വെയിറ്റിംഗ് ആണെന്നുള്ളതൊക്കെ സീരിയസ്ലി മനസ്സിലാക്കണം ഞാൻ ഇന്നലെ തന്നെയാണ് കേട്ടോ. ഒരുപാട് നന്ദി. നിങ്ങൾ ഓരോരുത്തരും കണക്റ്റഡ് ആവുന്നുണ്ട്, നിങ്ങളുടെ മെസ്സേജായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷം. ഇതുപോലെ കണക്ട് ചെയ്തിരിക്കുക. ഓക്കെ, ആൻഡ് വെൽക്കം ബാക്ക് ഗൈസ്. നമുക്ക് നോക്കാം നമ്മുടെ ഗുഡ് കർമ്മ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് 10 ഡേയ്സിലേക്ക് നമ്മുടെ ഗുഡ് കർമ്മയുടെ എന്ത് റിസൾട്ട്സാണ് നമുക്ക് വരുന്നത്, എന്താണ് സ്പിരിറ്റ് നമ്മളോട് പറയാനുള്ളത്. ഗുഡ് കർമ്മയാണ് സ്പിരിറ്റ്. നെക്സ്റ്റ് 10 ഡേയ്സിലത്തേക്ക് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും എന്ത് ഗുഡ് കർമ്മയാണ് വരാൻ പോകുന്നത്. നല്ല കർമ്മത്തിന്, അതായത് നമ്മൾ കർമ്മം ചെയ്യും. ഓക്കെ, നമ്മൾ മിക്കവാറും നടക്കുന്നത് വെച്ചാൽ നല്ലത് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ റിസൾട്ടൊന്നും ഇങ്ങോട്ട് നന്മയായിരിക്കില്ല കിട്ടുന്നത്. നമുക്ക് നല്ല ഏറ്റപ്പണികളായിരിക്കും കിട്ടുന്നത്. പക്ഷേ നമുക്ക് നെക്സ്റ്റ് 10 ഡേയ്സ് എന്തൊക്കെയാണ് സ്പിരിറ്റ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നതെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം വന്നു ജസ്റ്റിസിൻ്റെ കാർഡ്. ഇന്നും ഉണ്ട് ബോട്ടം ഡെക്കിൽ ജസ്റ്റിസിൻ്റെ കാർഡ്. ഗുഡ് കർമ്മ, കർമ്മത്തിൻ്റെ കാർഡ് തന്നെയാണ് ടാരോ ഡെക്കിനകത്ത് ജസ്റ്റിസിൻ്റെ കാർഡ്. ഓക്കെ, നമ്മുടെ കർമ്മ ചേഞ്ച് ആവുന്നു. ഓക്കെ, കർമ്മ ചേഞ്ച് ആവുന്നു മാത്രമല്ല, ഇതിനകത്ത് എനിക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അടിയിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തോന്നുന്നത്, പുള്ളിക്കാരത്തി ഹാപ്പിയാണ്. പക്ഷേ ഇവിടുത്തെ ഈ ഒരു വേർഷനിൽ പുള്ളിക്കാരത്തി കുറച്ച് വിഷമം, അല്ലെങ്കിൽ കുറച്ച് ഒരു ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ലൈക്ക് എന്തായിരിക്കും എന്നുള്ളത്. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കോൺട്രാക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും കോർട്ട് കേസ് കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഫേവറബിൾ ആയിരിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ഈ ജസ്റ്റിസിൻ്റെ കാർഡ് നെക്സ്റ്റ് 10 ഡേയ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ ഒരു റിസൾട്ട് വരാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടായിരിക്കും അതിൻ്റെ റിസൾട്ട് വരിക. ഓക്കെ, ജസ്റ്റിസിൻ്റെ കാർഡ് വരുമ്പോൾ ക്യൂൻ ഓഫ് വാണ്ട്സ്, ദ ചാരിയറ്റ്, ക്യൂൻ ഓഫ് സോർട്സ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെയല്ലേ ഷഫിൾ ചെയ്ത്. 5 ഓഫ് പെൻറ്റക്കിൾസ്. ഗൈസ്, എങ്കിൽ ഞാൻ ഇത് രണ്ടും ഞാൻ തിരിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നു. ജസ്റ്റിസ് കാർഡ് ആൻഡ് ബോട്ടം ദ ഡെക്ക് 7 ഓഫ് സോർട്സ് ആയിക്കോട്ടെ. എനിക്ക് തോന്നുന്നു 5 ഓഫ് പെൻറ്റക്കിൾസ് ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു ബോട്ടം ദ ഡെക്ക്. എനിവേ, ഓൾറൈറ്റ്. ഇതിന് 3ൻ്റെ കളർ വാവ്. എനിക്ക് തോന്നുന്നു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് കണ്ടായിരുന്നു ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിനകത്തുള്ള കളേഴ്സ് വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്തത് നിങ്ങളുടെ ക്രൗൺ ചക്ര ആൻഡ് നിങ്ങളുടെ സേക്രൽ ചക്ര. ഇത് രണ്ടും ഈ വരുന്ന 10 ദിവസത്തേക്ക് വളരെ ആക്റ്റീവായിരിക്കും. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഓൺ പോയിൻ്റ് ആയിരിക്കും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരുപാട് ഗൈഡ് മെസ്സേജസ് കിട്ടുന്നുണ്ടായിരിക്കും. എസ്പെഷ്യലി ആരെങ്കിലും കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ട്, ഈ പർട്ടിക്കുലർ പേഴ്സൺ എങ്ങനെയാണ്. എൻ്റെ അടുത്ത് കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, വളരെ പോസിറ്റീവായിട്ടൊക്കെയാണ് കാണുന്നത്. എന്നാൽ എവിടെയോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണോ എന്നുള്ളത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ക്ലിയർ കട്ട് ക്ലാരിറ്റി കിട്ടുന്നു. നിങ്ങളുടെ എന്തെങ്കിലും ആഗ്രഹം, വിഷ് ഫുൾഫിൽമെൻ്റ് കാർഡും കൂടിയാണ് ദ സ്റ്റാർ കാർഡ്. സോ സ്റ്റാർ കാർഡ് ഉള്ള സ്ഥിതിക്ക് നിങ്ങളുടെ എന്തെങ്കിലും പർട്ടിക്കുലർ ആഗ്രഹം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് 10 ഡേയ്സിനകത്ത് അതിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആഗ്രഹം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിയാലിറ്റിയിൽ വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഷോർട്ട് ജേർണി. ഓക്കെ, ചില ആൾക്കാർക്ക് നെക്സ്റ്റ് 10 ഡേയ്സിനകത്ത് ജേർണി ഉണ്ടാവും, എവിടെയെങ്കിലും ഒരു ട്രാവൽ ഉണ്ടാവും. മേ ബി അതൊരു ഷോർട്ട് ജേർണി ആവാം, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് എന്താ പറയുക, നിങ്ങൾ വെയിറ്റിംഗ് ആയിരിക്കും പുറത്തോട്ട് പോകാനായിട്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ വെക്കേഷൻ ട്രിപ്പോ എന്തെങ്കിലും ട്രിപ്പിലായിരിക്കും. ചില ആൾക്കാർ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതിനെക്കുറിച്ച് അറിയില്ല. ഓക്കെ, ഫൈനാൻഷ്യലി സ്റ്റക്കാണ്. ഓക്കെ, എന്താ ചെയ്യേണ്ടത്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വേണ്ടതെന്നൊന്നും അറിയാണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു ക്ലാരിറ്റി, മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാകുന്നു. കാരണം ക്യൂൻ ഓഫ് സോർട്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ പുള്ളിക്കാരത്തി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ പുള്ളിക്കാരത്തി ക്ലിയർ കട്ട് ഐഡിയ ഉണ്ട്. വളരെ ലോജിക്കൽ മൈൻഡഡ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്കറിയാം നിങ്ങളിൽ ആർക്കൊക്കെ ആണ് വളരെ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാർ എനിക്കറിയില്ല. ഈ പുള്ളിക്കാരത്തിൻ്റെ പ്രത്യേകത, പുള്ളിക്കാരത്തി
പുള്ളിക്കാരത്തി വളരെ ലോജിക്കലാണ്. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് മനസ്സിലാക്കി ഡിസിഷൻ എടുക്കുന്ന ഒരാളാണ്. അപ്പം ഡെഫിനറ്റ്ലി ഈ കാർഡ് ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഡിസിഷൻ എടുക്കുന്നെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ കറക്റ്റായിരിക്കും. അത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ക്യൂൺ ഓഫ് സോർട്സിൻ്റെ കാർഡ് വരുമ്പോൾ ആ പുള്ളിക്കാരത്തി അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന ആളായിരിക്കും. അപ്പം ഡെഫിനറ്റ്ലി നിങ്ങളങ്ങനെ ഒരു ആക്ഷൻ എടുക്കുന്നു, ഒരു സ്റ്റെപ്പ് എടുക്കുന്നു എന്നുള്ളതാണ് ഞാനിവിടെ അടുത്ത് കാണുന്നത്. അത് കഴിഞ്ഞാലുള്ളത് നമ്മുടെ 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾ ഫൈനാൻഷ്യലി സ്റ്റക്ക് ആയിരുന്നു, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റക്കാണ്, നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ എടുക്കേണ്ടതെന്നൊന്നും ഒരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾക്ക് വളരെ ക്ലാരിറ്റി ഉണ്ടാകുന്നു എന്താ ചെയ്യുന്നത്. കാരണം സൊല്യൂഷനാണ്. കാരണം ഇവിടെ വരുന്ന ഈ കീ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചുള്ള എപ്പോഴും ഈ പർട്ടിക്കുലർ വ്യക്തി വിചാരിക്കുന്നത് ഞാൻ സ്റ്റക്കാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇതിനകത്ത് പെട്ടുപോയി, ഞാൻ ഒരു അവസ്ഥയിലാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പുള്ളിക്കാരത്തി ഒന്ന് എഴുന്നേറ്റ് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിക്ക് ഇവിടെ സൊല്യൂഷനുണ്ട്, ചാവിയുണ്ട്. ഈ ചാവി തുറന്ന് ചാവി വെച്ച് ഈ ഡോറ് തുറന്ന് പുള്ളിക്കാരത്തിക്ക് പുറത്തിറങ്ങാം. ഓക്കെ, സ്റ്റക്കാണെന്നുള്ളത് ചില ആൾക്കാരുടെ മനസ്സിലാണ് ഈ ഒരു ഫീലുള്ളത്. ഞാൻ സ്റ്റക്കാണ്, എൻ്റെ ലൈഫിലൊരു ചേഞ്ചസും ഇല്ല, ഞാൻ എങ്ങനെ രക്ഷപ്പെടണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല എന്നുള്ളത്. ചില ആൾക്കാരുടെ ഇത് ഫൈനാൻഷ്യൽ ഇഷ്യൂസൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ പുതിയൊരു ഡോർ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആവുന്നു, നിങ്ങൾ ഫൈനാൻഷ്യലി അബണ്ടൻ്റ് ആകുന്ന രീതിയിലുള്ള കാര്യം നെക്സ്റ്റ് 10 ഡേയ്സിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു മിറാക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതായിട്ടാണ് ഞാൻ ഇന്നത്തെ 5 ഓഫ് പെൻറ്റക്കിൾസ്. കാരണം ഒരു സൊല്യൂഷൻ്റെ കാർഡ്, എന്തെങ്കിലും സൊല്യൂഷൻ നിങ്ങൾ തേടുന്നുണ്ടായിരുന്നെങ്കിൽ അതിനൊരു സൊല്യൂഷൻ വരുന്നു. പിന്നെ നിങ്ങൾക്ക് അലേർട്ട്, നിങ്ങളുടെ ഗുഡ് കർമ്മ പ്രമാണിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നെക്സ്റ്റ് 10 ഡേയ്സിൽ കിട്ടാൻ പോകുന്ന ഒരു അലേർട്ടാണ്. ഒരാളുടെ ഇൻറ്റൻഷൻ ശരിയല്ലെങ്കിൽ നിങ്ങൾ അലേർട്ട് ചെയ്യപ്പെട്ടോണ്ടിരിക്കും. ചില ആൾക്കാരെ കാണുമ്പം നമുക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നും. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ബ്ലാക്ക് കളറിലെ ഫെദർ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വിചാരിച്ചോളൂ ആ പർട്ടിക്കുലർ ആൾ നമ്മൾ വിചാരിച്ച കണക്ക് അത്ര പോസിറ്റീവല്ല, എന്തോ ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളത് വിചാരിച്ചോളൂ. നിങ്ങൾക്കൊരു സൈനായിരിക്കും ഈ പർട്ടിക്കുലർ പേഴ്സണെ കുറിച്ച്. നിങ്ങൾ ഏതെങ്കിലും പർട്ടിക്കുലർ പേഴ്സണെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ജനുവിനാണോ, അത് ഈ കാണിക്കുന്നതൊക്കെ എന്തെങ്കിലും പ്രശ്നമുള്ളതാണോ നമ്മളെ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും റാൻഡംലി നിങ്ങൾക്കൊരു ബ്ലാക്ക് ഫെദർ കാണുകയോ ഫോട്ടോയിൽ കാണുകയോ അല്ലെങ്കിൽ തറയിൽ വീണ് കിട്ടുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതൊരു കൺഫർമേഷനാണ് ഒരു പർട്ടിക്കുലർ പേഴ്സൺ അത്രയും പോസിറ്റീവ് അല്ല എന്നുള്ളത്. ഓക്കെ, അപ്പം അത് നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗുഡ് കർമ്മയാണ്, നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം തന്നെയാണ്. ചില ആൾക്കാർക്ക് പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പുതിയ കോൺട്രാക്റ്റിൽ ഏർപ്പെടുക, ഈ കോൺട്രാക്റ്റിൻ്റെ എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട്. പുതിയ പാർട്ട്ണർഷിപ്പ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ ഒരു എന്താ പറയുക, ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നു, പക്ഷേ നിങ്ങളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നു എന്നുള്ളത് ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇത്രയൊക്കെയാണ് നമുക്ക് ടാരോയിലൂടെ കിട്ടുന്നത്. നമുക്ക് നോക്കാം ഫർദർ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ പർട്ടിക്കുലർലി സ്പിരിറ്റിന് പറയാനുണ്ടോ. ലൈക്ക് നെക്സ്റ്റ് 10 ഡേയ്സിലുള്ള നിങ്ങളുടെ ഗുഡ് കർമ്മയാണ് നമ്മൾ നോക്കുന്നത്. നെക്സ്റ്റ് 10 ഡേയ്സ് നിങ്ങളുടെ ഗുഡ് കർമ്മ സ്പിരിറ്റ് നമുക്ക് അറിയേണ്ടത്. നെക്സ്റ്റ് 10 ഡേയ്സിലത്തേക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഉള്ള ഗുഡ് കർമ്മ എന്താണെന്നാണ്. താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. ഓക്കെ, മൈക്കിൾ സ്പിരിറ്റ്, നിങ്ങളുടെ ഗുഡ് കർമ്മ. ഓഫ് കോഴ്സ് ചിലർക്ക് ഞാനിവിടെ കോൺട്രാക്റ്റ് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഒരു മാരേജ് കോൺട്രാക്റ്റും നെക്സ്റ്റ് 10 ഡേയ്സിനകത്ത് എനിക്കറിയില്ല ആരുടെയെങ്കിലും മാരേജ് വരുന്നുണ്ടോ, അത് ഒരു മാരേജ് കാണുന്നുണ്ട്. വിമൻ ഹോൾഡിങ് എ ഹാർട്ട്, ചിലർക്ക് റിലേഷൻഷിപ്പിൻ്റെ ഒരു ക്ലിയർ കട്ട് ക്ലാരിറ്റി കിട്ടുന്നു നെക്സ്റ്റ് 10 ഡേയ്സിനകത്ത്. ഒരുപാട് ഓപ്പണിങ്, ഞാനിവിടെ ഡോറ് പറഞ്ഞു, ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് പോസിബിലിറ്റീസ്, പല പല ഓപ്പണിങ്സും കാര്യങ്ങളും നിങ്ങൾക്ക് നെക്സ്റ്റ് 10 ഡേയ്സിനകത്ത് ഈ പറഞ്ഞ പോലെ ക്ലാരിറ്റി കിട്ടുന്നു. ഏഞ്ചൽ ഓഫ് ലവ് എനർജി, മാരേജ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പാർട്ട്ണറെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലൊരു പാർട്ട്ണർ നിങ്ങളുടെ റിയാലിറ്റിയിൽ വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനാണ് ഏഞ്ചൽ ഓഫ് ലവിൻ്റെ കാർഡും കൂടെ വരുമ്പോൾ. സ്ട്രാറ്റജി, ചില ആൾക്കാർക്ക് ഇത് ജേർണലൈസിങ് ആണ്. നിങ്ങൾ എന്തെങ്കിലും കാര്യം ആഗ്രഹിക്കുന്നു, കാരണം ഇവിടെ ഈ പുള്ളിക്കാരത്തി ചിന്തിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു സ്ട്രാറ്റജി ഉണ്ടാക്കി വയ്ക്കുക. എന്തെങ്കിലും ഒരു എന്താ പറയുക, ജേർണലിങ് ചെയ്യുക. എന്താ ചെയ്യേണ്ടത്, എൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്താണ് എന്നുള്ള രീതിയിൽ ജേർണലിങ് ചെയ്യുക. ഓക്കെ, പലരും മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും, പല ബിസിനസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ പലതും ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. മനസ്സിൽ മാത്രമേ കാണൂ, എൻ്റെ കാൽക്കുലേഷൻ മനസ്സിലായിരിക്കും. പക്ഷേ അത് പ്രാക്ടിക്കാലിറ്റിയിൽ വരുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം എന്നുള്ള വെച്ചിട്ട് നിങ്ങളതിൻ്റെ ഒരു ക്ലാരിറ്റി. ചില ആൾക്കാർക്ക് ഇത് ഡെഫിനറ്റ്ലി കോർണുകോർപ്പിയ അബണ്ടൻസിൻ്റെ കാർഡാണ്. കോർണുകോർപ്പിയ എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട്, ഇനഫ്, എല്ലാ രീതിയിലും നമ്മൾ ഇനഫായി മാറുന്നു. പുതിയ 11 നമ്പർ എനിക്ക് പുതിയ പോർട്ടലും കൂടിയാണ്. 1144 ഒക്കെയാണ് വന്നിരിക്കുന്നത്. എല്ലാ ഏഞ്ചൽ നമ്പേഴ്സൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്സിൽ വന്നിരിക്കുന്നത്. ഡെഫിനറ്റ്ലി ഒരുപാട് പോസിറ്റീവ് ഗുഡ് കർമാസ്, നമ്മൾ പറയില്ലേ ഒട്ടും പ്രതീക്ഷിക്കാത്തടത്തു നിന്നൊക്കെ പുതിയ
ഓപ്പർച്യൂണിറ്റീസ്, നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത വാതിൽ തുറക്കപ്പെടുന്നു, നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആൾക്കാർ നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നു. ഒരു പോർട്ടലുണ്ട്. പ്ലസ് ഇത് ഞാൻ ഇതിന് മുന്നേ എപ്പോഴും വന്നിട്ടുണ്ട്. നമ്മൾ പറയില്ലേ, നമുക്ക് മറ്റുള്ളവർക്കൊക്കെ മറ്റുള്ളവർ നോക്കുമ്പോൾ ഈശ്വര അവൾക്ക് എല്ലാം വന്നു ചേരുന്നുണ്ട്, അല്ലെങ്കിൽ അവൾക്ക് ഇതെല്ലാം കിട്ടുന്നുണ്ട്, ഇതെല്ലാം എങ്ങനെ അവൾക്ക് മാത്രം വന്നു ചേരുന്നു എന്നുള്ളത് നമുക്ക് തോന്നും. ചിലർക്ക് അസൂയൊക്കെ തോന്നുന്ന രീതിയിൽ. ഓക്കെ, പിന്നെ ചിലരുടെ അസൂയ നമുക്ക് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാവും. ചില ആൾക്കാർക്ക് ലിറ്ററലി അസൂയ ഉണ്ടെന്നുള്ളതും നമ്മുടെ ഫ്രണ്ടിൽ കാണിക്കുന്നതല്ല അവരുടെ റിയാലിറ്റി എന്നുള്ളതും ഒക്കെ നമുക്ക് ക്ലാരിറ്റി കിട്ടുന്ന ഒരു ടൈമായിരിക്കും നെക്സ്റ്റ് 10 days. വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം 2 കാർഡ്സ്, 7 of Swordsഉം അതുപോലെ തന്നെ എൻവിയുടെ കാർഡും എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഈ പറഞ്ഞ പോലെ കുറച്ച് ജലസി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പറയില്ലേ ഡിസീറ്റ്ഫുള്ളായിട്ടുള്ള എനർജീസിനെ കാണിക്കുന്നതാണ്. ചിലർക്ക് ഇത് മൈൻഡ് എനർജിയും കൂടെ ആവാം. നിങ്ങളുടെ മൈൻഡിൽ ഈ പറഞ്ഞ പോലെ പല തോട്ട്സും കാര്യങ്ങളും വന്നിട്ട് നിങ്ങൾക്ക് തന്നെ അറിയില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത്, അതും ആവാം. പക്ഷേ എനിക്ക് കൂടുതലായിട്ടും പേഴ്സണൽ എനർജിയാണ്. നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പേഴ്സണെ കുറിച്ച് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നെക്സ്റ്റ് 10 days നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നു എന്ന് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് പ്രകാശ്. താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. നമുക്ക് നെക്സ്റ്റ് 10 days നമുക്ക് വേറെ എന്തൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് ഓൺ ദ ഹൊറൈസൺ നോക്കാം. വർക്ക് അച്ചീവ്മെൻറ്റ് സക്സസ്, ചില ആൾക്കാർക്ക് ഇത് സക്സസിൻ്റെ കാർഡാണ്. ഓക്കെ, വർക്ക് അച്ചീവ്മെൻറ്റ് ആൻഡ് സക്സസ് വരുമ്പോൾ സക്സസിൻ്റെ കാർഡുണ്ട്. നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സിനെയൊക്കെ റെക്കഗ്നൈസ് ചെയ്യും. യെസ്, ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ചില ആൾക്കാർക്ക് നീങ്ങി കിട്ടും. എനിക്ക് എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് 10 days അത് നീങ്ങുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ജൂൺ മന്ത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും എൻഗേജ്മെൻറ്റ്, മാരേജ്, അങ്ങനെ എന്തെങ്കിലും സംഭവം നമ്മുടെ ഈ ജൂൺ മന്തിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അതും ഈ പാർട്ട് ഓഫ് യുവർ ഗുഡ് കർമ്മ തന്നെയാണ്. ന്യൂസ് ഓഫ് എ ബർത്ത് ഓർ എ ന്യൂ ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ചില ആൾക്കാർക്ക് ഇത് ബിസിനസ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഞാൻ നേരത്തെ കോൺട്രാക്റ്റിൻ്റെ കാര്യം എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല രീതിയിലുള്ള ബിസിനസ് കോൺട്രാക്ട്സ് നിങ്ങൾ സൈൻ ചെയ്യാം, ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ഓപ്പൺ. കാരണം പോർട്ടൽ നമുക്കിവിടെ ഓപ്പൺ ആയിരുന്നു. യെസ്, അഡ്ജസ്റ്റൻ പോസിബിലിറ്റീസിൻ്റെ കാർഡ് വെച്ചിട്ടും അതുപോലെ തന്നെ എൻവിയുടെ കാർഡിലും പോർട്ടൽസ് ഓപ്പൺ ആണ്. അപ്പം നെക്സ്റ്റ് 10 days നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടും, അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് നിങ്ങളുടെ അടുത്ത ആൾക്കാരുടെ ആരെങ്കിലും കുഞ്ഞ് ജനിച്ച ഒരു സന്തോഷമുള്ള വാർത്ത അറിയാനും ചാൻസ് ഉണ്ട്. ഓണർ ആൻഡ് റെസ്പെക്ട് വിൽ കം ടു യു. ഞാൻ പറഞ്ഞില്ല, ഇവിടെ പ്രൊമോഷൻസ്, അച്ചീവ്മെൻറ്റും വർക്കും അച്ചീവ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞു. ചില ആൾക്കാർക്ക് ഇത് പ്രൊമോഷനാണ്, റെക്കഗ്നൈസ് ചെയ്യുകയാണ്. നിങ്ങൾ വളരെ ഡിസേർവിങ് ആണെന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ഫാക്ടർ. അത് പക്ഷേ എനിക്ക് റെക്കഗ്നീഷൻ എനിക്ക് വിത്തിൻ 3 months ടൈമാണ് കാണുന്നത് കേട്ടോ. 10 days പക്ഷേ മേ ബി നിങ്ങൾക്കത് അറിയണമായിരിക്കാം. ഞാൻ ഈ പർട്ടിക്കുലർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പർട്ടിക്കുലർ പൊസിഷനിൽ ഇരിക്കുന്നതിൽ എന്തെങ്കിലും ഒരു ഇത് കിട്ടുമോ, ഒരു റെക്കഗ്നീഷൻ കിട്ടുമോ എന്നുള്ളത് നമ്മൾ പറയില്ലേ. ചിലതൊക്കെ നമുക്ക് അറിയാൻ ആഗ്രഹം കാണും. മേ ബി അതായിരിക്കും ഇവിടെ ക്രൗണിൻ്റെ കാർഡ് നിങ്ങൾക്ക് വന്നത്. എനിക്ക് വിത്തിൻ 10 days-നേക്കാളും 3 months എനർജി ആയിട്ടാണ് കിട്ടുന്നത്. ടെംപ്റ്റേഷൻ വിൽ ടെസ്റ്റ് യു. ചില ആരെങ്കിലുമൊക്കെ ഇവിടെ ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ടെംപ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ മൈൻഡിൻ്റെ കേസും ഇവിടെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് 10 days നമ്മൾ പറയില്ലേ, ചില കാര്യങ്ങൾ നമ്മൾ ടെംപ്റ്റ് ചെയ്ത് നോക്കും, നമ്മളതിലങ്ങനെ വീണ് പോകും എന്നുള്ളത്. പക്ഷേ ബിക്കോസ് ഓഫ് യുവർ ഗുഡ് കർമ്മ നിങ്ങൾ അതിൽ ടെംപ്റ്റേഷനിൽ വീഴുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. യു വിൽ ബി പ്ലേയിങ് എ ഡിഫറെൻറ്റ് റോൾ. ചില ആൾക്കാർ ഇവിടെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ജേർണിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ചില ആൾക്കാർക്ക് നെക്സ്റ്റ് 10 days-നകത്ത് സിഗ്നിഫിക്കൻ്റ് അല്ലാത്ത ആൾക്ക് ഫാമിലി അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫ്രണ്ട്സ് നമുക്ക് സിഗ്നിഫിക്കൻ്റ് അവരുടെ നിന്ന് ഡിസ്കോർഡ് ചെയ്ത് നമ്മൾ അവരുടെ നിന്ന്, കാരണം പല എൻവി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കണ്ടു. ചില ആൾക്കാരുടെ റിയൽ ഫേസ് കാണുമ്പോൾ നെക്സ്റ്റ് 10 days-നകത്ത് നമുക്ക് ആ റിയാലിറ്റി കണ്ടിട്ട് നമ്മൾ ഡിസ്കോർഡ് ചെയ്യുന്നു. ഈ ഡിസ്കോർഡ് ചെയ്ത് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പിന്നെ മിണ്ടാതെ ഇരിക്കുക എന്നുള്ളതല്ല. നമുക്കറിയാം ഒരാളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ആ ഒരു ഡിസ്റ്റൻസ് എപ്പോഴും വെക്കുക. കാരണം നമ്മൾ പിന്നെ അവിടെ ചെന്ന് നിന്ന് പണി വാങ്ങിച്ച് പിടിക്കാതിരിക്കുക മാക്സിമം. ഓക്കെ, അതാണ് ഈ മാക്സിമം ഈ ഡിസ്കോർഡിൻ്റെ മെയിനായിട്ടുള്ള എനർജി വൈസ് പറയുകയാണെങ്കിലുള്ളത്. ഓക്കെ,
നിങ്ങൾക്ക് ഡൗട്ടാണ് ഏതെങ്കിലും പർട്ടിക്കുലർ പേഴ്സണെ കുറിച്ച് ഒരു അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും ചില ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഒരു സീക്രട്ട് അഡ്മയറർ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് പോലും അറിയാത്ത നിങ്ങളുടെ അഡ്മയറർ. പീരീഡ് ഓഫ് ഫ്രസ്ട്രേഷൻ, ലെസൺ ടു ബി ലേൺ. എന്തെങ്കിലുമൊക്കെ ഫ്രസ്ട്രേറ്റിംഗ് പീരീഡ് ആണെങ്കിൽ അതിൻ്റെ പാഠം പഠിച്ച് അതിന് ശേഷമുള്ള ബ്ലസ്സിങ് പീരീഡിലേക്ക് നിങ്ങൾ നെക്സ്റ്റ് 10 days കഴിയുമ്പോൾ മുതലോ അല്ലെങ്കിൽ നെക്സ്റ്റ് 10 daysനകത്തോ അതിനകത്തോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്കിവിടെ ഉണ്ട്. വാവ്, കാരണം ഒരുപാട് വിഷ് ഫുൾഫിൽമെൻ്റ് ഉണ്ട്. ഓക്കെ, നോ conditions aren't favorable right now. Wait or look into other options and ask the angels to help, guide and comfort you. ചിലർക്ക് ഇവിടെ ആൻസർ നോ ആണ്. ചിലപ്പം നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യന് ഇപ്പം അതിനുള്ള കറക്റ്റ് റെലവൻ്റ് ആയിട്ടുള്ള ടൈം ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാവണം ആൻസർ നോ വന്നത്. നിങ്ങളുടെ ഫേവറബിൾ ടൈം അല്ല എന്നുള്ളത്. മേ ബി ചില സിറ്റുവേഷനിൽ നോ വരുമ്പോൾ തന്നെയാണ് നമുക്കൊരു ക്ലാരിറ്റി കിട്ടുക എന്താ വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച്. പിന്നെ ടു ഹെൽപ്പ് ഹീൽ ദി സിറ്റുവേഷൻ, സീ ദ അതർ പേഴ്സൺസ് പോയിന്റ് ഓഫ് വ്യൂ വിത്ത് കമ്പാഷൻ. നമ്മൾ പറയില്ലേ, ചില റിലേഷൻഷിപ്പ് ഇവിടെ നിങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റ്, ചില ആൾക്കാർക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊണ്ടുപോകേണ്ട റിലേഷൻഷിപ്പ്, അതായത് ഡിസ്കോർഡ് ചെയ്യേണ്ട റിലേഷൻഷിപ്പ് തന്നെയാണ്. ചില ആൾക്കാർക്ക് ഇത് ഈ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ക്ലാരിറ്റിയിലുള്ള റിലേഷൻഷിപ്പാണ്. സോ നമുക്കിത് നോക്കാം ഫർദർ എന്ത് ഗൈഡൻസ് ആണ് നെക്സ്റ്റ് 10 daysലേക്ക് നമുക്ക് വേണ്ടിയിട്ടുള്ളത് നോക്കാം. നെക്സ്റ്റ് 10 days ഗൈഡൻസ് സ്പിരിറ്റ്. Have courage to ask for and accept help. Asking for help is a sign of strength, as accepting it as it is offered to you. Very often when you ask God for help, prayers are answered to other people. Be sure to accept this assistance as well as give it to others as you are guided. ചിലർക്ക് ഈ പറഞ്ഞ പോലെ ഗിവ് ആൻഡ് റിസീവ്, ഈ പറഞ്ഞ എന്താണ് നമ്മൾ ഹെൽപ്പ് റിസീവ് ചെയ്യുന്നതും അതുപോലെ അക്സെപ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് 10 days നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഹെൽപ്പ് വരുന്നു. നിങ്ങൾ ചിലർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഹെൽപ്പ് കൊടുക്കുന്നു. അതും ഈ പറഞ്ഞ പോലെ കൗണ്ട് ചെയ്യുന്നു നിങ്ങളുടെ ഗുഡ് കർമ്മയായിട്ട്. ഓൾറൈറ്റ്, താങ്ക് യു സ്പിരിറ്റ്. Thank you, Spirit. Thank you. Finally, it is safe for you to be powerful. You know how to be powerful in a loving way that benefits others as well. അപ്പം ചിലർക്ക് ഈ പറഞ്ഞ പോലെ കോർപ്പിയ വിൻഫോൾ ഓഫ് അബണ്ടൻസ് ഇറ്റ് ഈസ്, അതായത് നമ്മൾക്ക് സേഫ്, നമ്മൾ ചില ആൾക്കാർ കുറച്ച് പവർഫുൾ, അവരുടെ സംസാരമാണെങ്കിൽ അവരുടെ രീതികളാണെങ്കിൽ കുറച്ച് പവർഫുൾ ആയിരിക്കും. ഓക്കെ, ക്യൂൻ ഓഫ് സോർട്സ് കുറച്ച് പവറുള്ള ആൾ തന്നെയാണ്. അപ്പം ആ പവർ ചില മറ്റുള്ളവർക്ക്, നമുക്ക് ആർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ ആ ഒരു പവർ നമ്മൾ എക്സസൈസ് ചെയ്യാനായിട്ടുള്ള ഗൈഡൻസാണ് നമുക്ക് സ്പിരിറ്റിൻ്റെ നിന്ന് കിട്ടുന്നത്. Finally, windfall of abundance next 10 daysനകത്ത്. An increase in abundance is arriving in many different forms, some of them unexpected. Be open to receiving and know that this abundance comes to you to support your life purpose, health and charitable work. ചിലർക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ ലോട്ടറിയുടെ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. കാരണം സീരിയസ്ലി, കാരണം അത്രയും വിൻഫോൾ ഓഫ് അബണ്ടൻസ് ആണ്. എന്ന് വെച്ചാൽ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത, ഈ പറഞ്ഞ പോലെ നമുക്കൊരു പ്രതീക്ഷ, അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ വിട്ട് കളഞ്ഞ പൈസ ആയിരിക്കും. നിങ്ങൾക്ക് ഇനി അതെന്തായാലും കിട്ടാൻ പോകില്ല, കിട്ടിയാൽ എന്ത് ചെയ്യാനാ എന്നുള്ള രീതിയിൽ നിങ്ങൾ മാറിയ പൈസ ആയിരിക്കും. പക്ഷേ അത് നിങ്ങൾക്ക് നെക്സ്റ്റ് 10 daysനകത്ത് വന്ന് ചേരുന്നതായിട്ടാണ് ഞാനിവിടെ കാണുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരുപാട് പോസിറ്റീവ് കർമ്മ അല്ലെങ്കിൽ ഗുഡ് കർമ്മ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. നിങ്ങളുടെ ലൈഫ് ഫുൾ ഓഫ് ഗുഡ് കർമാസ് ആണെന്നാണ് ഞാൻ ഇതിനകത്തൂടെ കാണുന്നത്. മെയിൻലി സൂപ്പർ എനർജി. കാര്യം എന്ന് വെച്ചാൽ എല്ലാം നമുക്ക് പലതിനെ കുറിച്ചുള്ള ക്ലാരിറ്റി കിട്ടുന്നു. എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്, അതിന് ഇപ്പം നമുക്ക് ബിസിനസ്സിനെ കുറിച്ച് ഐഡിയാസ് ഉണ്ട്. ഐഡിയ മാത്രം ഉണ്ടെങ്കിൽ അതിനെ റൈറ്റ് ഡൗൺ ചെയ്ത് ജേർണൽ ചെയ്ത് വെക്കുക, ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ ചില ആൾക്കാരെ കുറിച്ചുള്ള ക്ലാരിറ്റി കിട്ടുന്നു. നിങ്ങളുടെ 10 daysനകത്ത് നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻറ്റ്. ഞാൻ ഈ ഡേറ്റ്സും കൂടെ പറയാം. 11, 21, 8, 6, അതുപോലെ ഓക്കെ, അത് രണ്ടും, അതും പിന്നെ 2 ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളവരുണ്ട്. 5, 7, 17 നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, ഇത് ഇത്രയാണ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട്. ഓക്കെ, അപ്പം ഇതാണ് ഡേറ്റ് ഓഫ് ബർത്ത്. ലെറ്റേഴ്സ് CSAR DFL ഇതെല്ലാം സിഗ്നിഫിക്കൻറ്റ് ലെറ്റേഴ്സായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫ് പാത്ത് ചിലരുടെ 7 തന്നെയാണ്, ചിലരുടെ 11 ലൈഫ് പാത്തുള്ള ആൾക്കാരുണ്ടാവും ഡെഫിനറ്റ്ലി. ഓക്കെ, ഈ പറഞ്ഞ പോലെ നമ്പേഴ്സിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത് എനിക്ക്
8 ചില ആൾക്കാരുടെ ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ ലൈഫ് പാത്തോ 8 ആൾക്കാർക്ക് ഇതെല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ, ഇതിനകത്തുള്ള പോസിറ്റീവ് എനർജീസ് എല്ലാം ക്ലെയിം ചെയ്യുക. ഐ ആം ക്ലെയിമിങ് ഓൾ ദ പോസിറ്റീവ് എനർജീസ് ഇൻ ടു മൈ ലൈഫ്. ഓക്കെ, ഐ ആം ക്ലെയിമിങ് ഓൾ ദ പോസിറ്റീവ് എനർജീസ് ഇൻ ടു മൈ ലൈഫ് എന്ന് തന്നെ ടൈപ്പ് ചെയ്യുക. കാരണം എനിക്കെന്തോ പോസിറ്റീവ് എനർജീസൊക്കെ വരട്ടെ നമ്മുടെ ലൈഫിലും, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കട്ടെ. അപ്പോഴാണ് നമുക്ക് ആ ഒരു പ്രതീക്ഷ, നമ്മുടെ ലൈഫ് ചേഞ്ച് ആകുന്നു, നമുക്കിതെല്ലാം നമ്മുടെ എല്ലാം ഒരു ജേണിയാണ് അല്ലേ. അപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ മുന്നോട്ട് പോവുക. ഓക്കെ, എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് 10 ഡേയ്സിൽ നിങ്ങളുടെ ഗുഡ് കർമ്മേനെക്കുറിച്ച് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടി എന്നുള്ളത്. താങ്ക് യു സോ മച്ച് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. ടേക്ക് കെയർ. ബൈ.